ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അടിച്ചിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മഴത്തുള്ളിയെല്ലാം നോക്കിയിട്ട് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വന്നിട്ടാകുമ്പോൾ നെയ്ലാവും നേഴ്സും നല്ല ഉറക്കത്തിലായിരുന്നു. അവരെണിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഇന്ന് കുറേ പണിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ബാക്കി പണി തുടങ്ങാനായിട്ട് നല്ലൊരു ഗ്ലാസ് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ പുരയിലത്തെ ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ട് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ പുരയിലുണ്ടായതുകൊണ്ട് പുരയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടാകുമ്പോൾ ഇവിടുത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് ദിവസം ഇവിടെ നിൽക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തൊന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിയാന്ന് കേട്ടോ. അങ്ങനെ ചായ എടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാ ചായ കുടിക്കുന്നുണ്ടായത്. കിച്ചൺ സൈഡിൽ സിറ്റ് ഔട്ടിലാണ് ചായ കുടിക്കുന്നുണ്ടായിരുന്നത്. ആട് സ്റ്റെപ്പിൻ്റെ അടുത്തിരുന്ന് ചായ കുടിക്കാൻ വേറെ തന്നെ ഒരു വൈബ് തന്നെ കേട്ടോ. അപ്പോൾ അതാ പുറത്തുള്ള ചെടിയും കുഴക്ക പിടിച്ച് ഞാൻ നോക്കിയിട്ടും അങ്ങനെ കാടും ചപ്പലനങ്ങെന്നെല്ലാം നോക്കിക്കൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിച്ചിട്ട് ആരേ അറിഞ്ഞിട്ടാ. കാരണം അങ്ങനെ പുറത്തിരുന്നിട്ട് കുടിക്കാൻ നല്ലൊരു വൈബാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ചിട്ട് പിന്നെ വേസ്റ്റ് കളയാനും രാത്രിയത്തെ വേസ്റ്റ് കളയാനും ബാക്കി കുറച്ച് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കുറേ എന്തെല്ലാം പണിയെല്ലാം ഉണ്ടായത് കൊണ്ട് ഈ പണിയൊന്നും എടുക്കാൻ കഴിയില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒന്നും എടുത്തിട്ടാ. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ട് ചുടാന്ന് വെച്ചിട്ട് പക്ഷേ വിചാരിച്ച പോലെ നമുക്ക് ചുടാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എപ്പം ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അങ്ങനെ വിചാരിച്ച പോലെ ഉണ്ടാക്കാനും എടുക്കാനൊന്നും പറ്റിയിട്ട. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ 2-3 ഫംഗ്ഷനിലുണ്ടാകുമ്പം കയ്യിൽ ഇങ്ങനെ അലക്കിയിടാനുള്ള കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ പുതിർത്തി വെച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് അലക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് തന്നെ വന്നിട്ടാ. അപ്പം ചൂടാൻ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടാ. കാരണം എന്താ വെച്ചെങ്കിൽ അപ്പം ചൂടാൻ ചായൻ്റെ പണിക്കൊക്കെ പോയെങ്കിലേ ഈ അലക്കുന്നത് ബാക്കിയാവും. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇടുന്നിട്ട് അലക്കാൻ ഭയങ്കര പാടാണ് വെയിലത്ത്. അപ്പോൾ പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ അലക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അലക്കിയിട്ട് എടുക്കുന്ന കേട്ടോ കയ്യിൽ തന്നെ. രാവിലെ അലക്കണം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഇവിടെ അലക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ അത്ര വെയിലാണ് ഇവിടെ ഉണ്ടാകുന്നുള്ളത്. 2 ദിവസമായിട്ട് രാത്രിയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മഴൻ്റെ ഒരു ഇത് കൊണ്ട് ചൂടും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അലക്കാനുള്ളതൊക്കെ കയ്യിൽ അലക്കാനുള്ളതൊക്കെ നമുക്ക് മെഷീനിലിട്ട് അലക്കിയെങ്കിൽ ശരിയാവില്ല എന്ന് വെച്ചിട്ട് കയ്യിൽ തന്നെ എല്ലാം അലക്കി എടുക്കുന്നതാണ് കേട്ടോ. പിന്നെ വൈറ്റ് ഡ്രസ്സെല്ലാം കയ്യിൽ അലക്കി എത്ര പാങ്ങ് ഇങ്ങനെ മെഷീനിലിട്ട് അലക്കിയെങ്കിൽ പാങ്ങാവലില്ല. പിന്നെ ഇങ്ങനെല്ലാം ഏതെല്ലാം പണി ഏതെല്ലാം ടൈമിന് എടുക്കണമെന്ന് ഇങ്ങനെ ആ പ്ലാനിങ്ങിൽ തന്നെ എടുത്തുകൊണ്ടില്ല. ഏകദേശം എല്ലാ പണിയും ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അലക്കിയിട്ടായിട്ട് ഫുള്ള് ഓമ്പിയിട്ട് കയ്യിൽ തന്നെ ഓമ്പിയിട്ട് ഡ്രൈ ആക്കാണ്ട് തന്നെ കുറേ എല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇടാമെന്ന് വെച്ചിട്ട് ഒരു ബക്കറ്റ് ഫുള്ളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് മുകളിൽ തന്നെ ഇട്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാകും. താഴെ ഇട്ടെങ്കിൽ നിലത്തൊക്കെ വീണെങ്കിൽ പിന്നെ ഡബിൾ പണിയാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തിടൽ കുറവാണ് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ പുറത്തുനിന്ന് തന്നെ ഇളക്കിയിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കാൻ ഇട്ടെങ്കിൽ മാത്രമേ പുറത്ത് അങ്ങനെ ഇടലുള്ളൂ. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് അവനെ ആസിൽ എണിച്ചിട്ട് വന്ന് അപ്പോൾ അവർക്ക് പിന്നെ ചായ ദോശയൊക്കെ ചുട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പകുതി നിന്ന് ഇളക്കിയിട്ട് പോയിന് കേട്ടോ. അപ്പോൾ നയാസ് പറഞ്ഞ് രാത്രി മുട്ടക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഓന് പറഞ്ഞ് എനിക്ക് മീൻ കറി വേണം, മീൻ കറിയും ദോശയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ദോശൻ്റെ പുട്ട് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ദോശയും ചുട്ട് പിന്നെ മീൻ കറി വെക്കാൻ മീനൊന്നും ഉണ്ടായിട്ടാ. വെറും സാധാരണ തേങ്ങ അരച്ചിട്ട് വെറും ചാറില്ലേ അത് തിളപ്പിച്ചിട്ട് കൊടുത്തിട്ടാ. പച്ചമുളക് തക്കാളി നീരുള്ളി അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചാറാക്കിയിട്ട് കൊടുത്തായിരുന്നു. ഓൻ പിന്നെ മീൻ കറി എന്ന് ഉദ്ദേശിക്കുന്നത് മീൻ അവന് കൂട്ടല്ല കേട്ടോ. മീനിന് വേണ്ടിയിട്ടല്ല, ഓൻ ഈ ചാറിന് പറയും മീൻ കറി എന്ന് പറയും. അപ്പോൾ എനിക്ക് മീൻ കറി അല്ലെങ്കിൽ സാധാരണ വെറും ചാറ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അവർക്ക് ദോശയും ചുട്ടി പിന്നെ എനിക്ക് ഈ ദോശ തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞി കൽത്തപ്പം കൂടി കൂട്ടിയിട്ടില്ലേ ഞാനിങ്ങനെ വെറും ചാറിലേക്ക് മുക്കിയിട്ട് തിന്നിന് കേട്ടോ. പിന്നെ മീനിട്ടെങ്കിൽ എനിക്ക് ആ ചാറ് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ മീനിടാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഞാനും ആ ചാറിനെ കൂട്ടിയിട്ട് കൽത്തപ്പത്തിന് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം രാവിലെ 11 മണിയെല്ലാം കഴിഞ്ഞിട്ടാ. കാരണം വെറും ചായയും കുടിച്ചിട്ട് ബാക്കി ഏകദേശം കുറച്ച് പണിയെല്ലാം തീർക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. എല്ലാം കഴിഞ്ഞങ്ങ് നടക്കൂലെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി കുറച്ചുള്ളത് മെഷീനിൽ ഡ്രൈ ആക്കിയിട്ടും കൂടി എടുത്തിന് കേട്ടോ. എല്ലാം ഇന്ന് നനച്ചതൊക്കെ പുറത്തുനിന്ന് തന്നെ കേട്ടോ. കാരണം വെയിലില്ലാത്തത് കൊണ്ട് എല്ലാം പുറത്തുനിന്ന് നനക്കാമെന്ന് വിചാരിച്ചു. മെഷീനിൽ നനക്കുന്നതായിട്ട് എത്രയോ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ കയ്യിൽ അലക്കിയിട്ടാകുമ്പോൾ. അങ്ങനെ അലക്കിയിട്ടെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ മുകളിൽ കൊണ്ടുപോയി ഡ്രൈ ആക്കിയതിലിട്ടിട്ടാ. അവിടെ ഇട്ടെങ്കിൽ പിന്നെ ഒന്നും പൊട്ടായിട്ടൊന്നും പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. ഈ താഴെയൊക്കെ ഇട്ടെങ്കിൽ ഉണങ്ങിയിട്ട് കൊടുന്നിട്ട് ബെഡിലൊക്കെ ഇട്ടെങ്കിലേ ഒരു ബെഡിലൊക്കെ കയറിയാൽ ഫുള്ള് പൊട്ടായിട്ട് പോകും. അതുകൊണ്ട് ഞാൻ മുകളിൽ തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇടാൻ നോക്കൽ. നമ്മൾ അപ്പത്തിൻ്റെ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് എല്ലാവരും ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ ചുട്ടിന് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ചുടാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഈ നോമ്പിനാകുമ്പോൾ വീട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ചുടാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് ചുടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചുടാൻ പറ്റുന്നില്ല അമ്മ വിചാരിച്ച പോലെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ ഫംഗ്ഷൻ ഈ നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ മുതൽ ഫംഗ്ഷൻ തന്നെയാണ് കേട്ടോ. എപ്പം കല്യാണം അങ്ങനെ തൊട്ടിൽ കെട്ടൽ വിരുന്ന് എന്ന് പറഞ്ഞിട്ട് എപ്പോൾ ഫംഗ്ഷൻ തന്നെ ആയതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. രാവിലെ ചായൻ്റെ ചോറിൻ്റെ അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എടുക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ.
അങ്ങനെ നോമ്പിന് ലാസ്റ്റ് തന്ന ഓർഡേഴ്സ് മാത്രമേ ഞാൻ കുറച്ച് ചൂടാന്ന് വിചാരിച്ചു. പിന്നെ ബാക്കിയുള്ള ഓർഡേഴ്സ് ഞാൻ വിചാരിച്ച പോലെ ചൂടാൻ എടുക്കാത്തതുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ എനിക്കൊക്കെ ഒന്നിച്ചുണ്ടായവർ അവർക്ക് നോമ്പ് കഴിഞ്ഞ ശേഷം അവർ നാട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അവർക്കും വരാൻ പറ്റുന്നില്ല. അവർക്ക് നാട്ടിൽ നിന്ന് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ്, കാരണം വയ്യായികയുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒറ്റക്കായിട്ടുള്ള പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് തുണിയൊക്കെ ആറിയിട്ട് കഴിഞ്ഞിട്ട് ഉള്ളൊക്കെ അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്രയധികം കാട്ടുള്ളിലുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചെങ്കിൽ അവർ പേപ്പർ ഏടെ കണ്ടെങ്കിൽ അവരങ്ങനെ വെറുതെ എന്നൊക്കെ കീറിയിട്ടിടും നെയിലാവനയാതും. അങ്ങനെ ഫുൾ അടിച്ച് തോർത്തിട്ട് ബാക്കിയുള്ള പണി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ചോറ് കീച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറും പിന്നെ രാവിലെ വെറും ചാറുണ്ടാക്കി എന്നിട്ട് അതും മുട്ട ഓംലേറ്റും കൂടിയിട്ട് ചോറ് വെച്ചിട്ട് കേട്ടോ. അങ്ങനെ എനിക്കിന് പ്രത്യേകിച്ച് കറിയും അങ്ങനെയൊന്നും ആവശ്യമില്ല, ഉണ്ടെങ്കിൽ കഴിക്കും, എത്ര തന്നെ, ഇല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ പിള്ളേരെല്ലാം വെറും മുട്ട ഓംലേറ്റ് മാത്രം കൂട്ടിയിട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എപ്പം കറി കൂട്ടല്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ മാത്രമേ കറിയൊക്കെ കൂട്ടു കേട്ടോ. അങ്ങനെ വെറും മുട്ട ഓംലേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ അവർ ചോറ് കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഫുള്ള് തോർത്തിയിട്ടെല്ലാം അതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പല്ലിൻ്റെ ഹോസ്പിറ്റൽ വരെ പോകാനുണ്ടായി. നോമ്പിനൊക്കെ നല്ല പല്ല് വേദനയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചെങ്കിലും ആ വീഡിയോസ് ഒന്ന് കംപ്ലീറ്റ് ആവാൻ എനിക്ക് തന്നെ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബൈ.